പ്രിയപ്പെട്ടവരെ, 2017 കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 33 അംഗ സംഘം കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ സമുദായത്തിനും സ്കൂളിനും ഒരുപാട് മാറ്റങ്ങളും വികസനങ്ങളും വരുത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. 2017 ഭരണത്തിലേറിയ ഞങ്ങളുടെ ഭരണസമിതി ആദ്യം ചെയ്തത് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ LKG UKGയിലുള്ള പഠനം, അവരുടെ ഭൗതിക സാഹചര്യം വളരെ മോശമായിരുന്നു. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തെ 2 ക്ലാസ് റൂമും മാത്രമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. UKG ക്ലാസ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പുറകിലുള്ള ബാത്റൂമിനോട് ചേർന്നുള്ള തകര ഷീറ്റ് വിരിച്ച ഒരവസ്ഥയിലും കയറിയ 6 മാസത്തിനുള്ളിൽ 19 ലക്ഷം രൂപ മുടക്കി UKG ക്ലാസ് പഴയ LKGയുടെ മുകളിലായിട്ട് പണിയുകയും ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷന് സ്വന്തമായിട്ടൊരു ഓഫീസും ആ കുട്ടികൾക്ക് മഴ നനയാതെ ബാത്റൂം സൗകര്യവും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ഒരുക്കുകയാണ് ആദ്യമായി ചെയ്തത്. ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാനുള്ള സ്ഥലപരിമിതി നമുക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ കോർട്ടും തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ കോർട്ട് ഇവിടെ തയ്യാറാകും എന്ന് അറിയിക്കുകയാണ്. ക്ലാസ് ടൈമിന് ശേഷം നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് അവരുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 80 വർഷമായി കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷനും LIP സ്കൂളും സ്ഥാപിതമായിട്ട്. ഈ 80 വർഷക്കാലത്തിനിടയ്ക്ക് ആദ്യമായാണ് ഒരു കാടുകുറ്റിക്കാരൻ ബോർഡിൻ്റെ ചെയർമാൻ എന്ന പദവിയിലെത്തുന്നത്. 8 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ബോർഡിൻ്റെ ചെയർമാനായിട്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ 11 സ്കൂളുകളുടെയും ഭൗതികമായ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ ബോർഡിന് സാധിച്ചു. ഈ ജൂൺ 1 നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നത് പുതിയ ഒരു മുഖവുമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടും പുതുക്കി പണിയുന്ന നമ്മുടെ പാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിന് സ്വന്തമായി ഒരു ബസ്സും ഈ ജൂൺ 1 ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിനം തന്നെയാണ്. ചൂട് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായി CSR ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗങ്ങൾ ഷീറ്റിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമ്മൾ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഈ ജൂൺ 1 നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് നൽകിയ ഈ പദ്ധതിയിൽ അടങ്കൽ തുകയായ 10 ലക്ഷത്തിൻ്റെ 10% 1 ലക്ഷം രൂപ നമ്മുടെ സ്കൂളാണ് നൽകിയത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരുപാട് കലാപ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയാണിത്. ഈ ഹാള് ടൈലിട്ടും പെയിന്റ് ചെയ്തും ഇലക്ട്രിഫിക്കേഷൻ നടത്തിയും മനോഹരമാക്കാനായി ഞങ്ങൾക്ക് സാധിച്ചു. പ്രിയ സമുദായാംഗങ്ങളെ, ഈ പറഞ്ഞത് കൂടാതെ ഒത്തിരി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സമുദായത്തിലെ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിരവധിയാണ്. 70 വയസ്സ് കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് 1 വർഷം പെൻഷൻ നൽകിയതും 80ാം വാർഷികത്തിൽ 57ഓളം പേര് വരുന്ന 80 വയസ്സ് കഴിഞ്ഞവരെ ഒരു ചെറിയ ചികിത്സാ സഹായം നൽകി ആദരിച്ചതും ഇപ്പോൾ നമ്മുടെ സമുദായാംഗങ്ങൾക്കും ഈ നാടിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിറ്റജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു ആംബുലൻസ് ലഭ്യമാക്കിയതും. ഈ ആംബുലൻസിൻ്റെ പ്രത്യേകത, അതിന് നമുക്ക് പെട്രോളും മെയിൻ്റനൻസും ഡ്രൈവറിൻ്റെ ഫീസും എല്ലാം നൽകുന്നത് കമ്പനി തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ സർവീസ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, മെറിറ്റ് അവാർഡുകൾ, എറണാകുളത്ത് വെച്ച് നടക്കുന്ന മെറിറ്റ് അവാർഡുകൾ വാങ്ങുന്നതിനും സൗജന്യമായി കുട്ടികളെ ഇവിടെ കൊണ്ടുപോകുന്നത് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ തന്നെയാണ്. എല്ലാ വർഷവും സൗജന്യ പുസ്തക വിതരണവും
ബാഗ് വിതരണവും അത് ഈ കൊല്ലവും ജൂൺ 1 മുന്നേ തന്നെയായി നടത്തപ്പെടുന്നു. നമ്മുടെ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ സൈക്കിളുകൾ ശേഖരിച്ച് അവ റിപ്പയർ ചെയ്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്നത് കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷന്റെ മാത്രം പ്രത്യേകതയാണ്. യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, സ്കൂളിലെ കുട്ടികൾക്കായി റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, മാതാപിതാക്കൾക്കായുള്ള ക്ലാസുകൾ, നിരവധിയായ ക്ലാസുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറലിൻ്റെ കത്ത് നമ്മുടെ തൃശ്ശൂർ DDക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. കാടുകുറ്റി ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുന്ന സാഹചര്യത്തെക്കുറിച്ചും അതിന് സർക്കാരിന് വരുന്ന ബാധ്യതയെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DDയുടെ ഇൻസ്പെക്ഷൻ നമ്മുടെ സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 9 വർഷം മുമ്പ് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളുകൾ വികസനത്തിൻ്റെ പാതയിലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. അതിന് ഒരു ഭരണ തുടർച്ച അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ എന്ന പദവിയിൽ ഇപ്പോൾ ഞാനിരിക്കുമ്പോൾ നമ്മുടെ സ്കൂള് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതിന് ഈ വരുന്ന ഇലക്ഷനിൽ ബെനഡിക്ട് സിമേദിയുടെ പാനലിൽ മത്സരിക്കുന്ന എല്ലാവരെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ സ്ഥാപനങ്ങളുടെയും സമഗ്രമായ വളർച്ചയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.